പറയുമ്പം ചെമ്പരത്തി ഇല, ചെമ്പരത്തിൻ്റെ പൂ. ഹലോ, ഇറ്റ്സ് മീ ചിക്കുട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സൺഡേ ആണ്. അറിയാം, ഇപ്പോൾ കുറച്ച് റെയിനി ടൈമൊക്കെയാണ്, പക്ഷേ റെയിനി സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ നല്ലതുപോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട്, ബിക്കോസ് എൻ്റെ പ്രഗ്നൻസി ജേർണിയാണ്. ഇപ്പം 5th മന്ത് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഭയങ്കര എന്താ പറയുക, വോമിറ്റിങ്ങും അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് ഈ ഓഫീസിൽ പോകുന്ന, പിന്നെ അതിന് ശേഷം എന്താ പറയുക, വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. ബട്ട് ഫ്രം ടുഡേ ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് എ സ്കിൻ കെയർ വീഡിയോ. നമ്മൾ വീട്ടിലെ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ വെച്ചിട്ട് സ്കിൻ കെയർ ആൻഡ് ഓൾസോ ഹെയർ. അപ്പം നമ്മൾ വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു സ്കിൻ കെയർ ആൻഡ് നമ്മുടെ ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഫേസ് പാക്കാണ് ഇടുന്നത്. ഈ ഫേസ് പാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്തൂരി മഞ്ഞൾ. അത് മീൻസ് വീട്ടിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ ഞാൻ ഒരു ടിൻ പൗഡർ ഇതേപോലെ കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അതിലല്ലാതെ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല, അല്ലാത്ത കോഫി പൗഡറാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 1 or 2 drops ഓഫ് ഹണി ആൻഡ് ഓൾസോ മിൽക്ക്. ഇത് ഇത്രയും കൂടെ ആയിട്ട് മിക്സ് ചെയ്താണ്. അത്യാവശ്യം കുറച്ച് കട്ടിക്കാണ് എടുത്തേക്കുന്നത്. ഇത് ഇന്ന് ഈ സ്കിന്നിലിട്ടിട്ട് അത്യാവശ്യം ഒരു 20 minutes ഒക്കെ ഒന്ന് സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമില്ല, അങ്ങനെ നീരത്തൊന്നുമില്ല. ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫേസിലിട്ടു. ഇനി അടുത്ത് നമ്മുടെ സെക്കൻഡ് ഒരു ഹെയർ കെയർ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതേപോലൊരു നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണിക്കാം. ഹായ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെമ്പരത്തി ഇല, അതിൻ്റെ പൂവ്, പിന്നെ ഇച്ചിരി കറ്റാർവാഴ, പിന്നെ ഇച്ചിരി നമ്മുടെ തലയിൽ തേക്കുന്ന ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാൻ പാരഷൂട്ടിൻ്റെ എണ്ണയാണ് എടുത്തത്. ഇത്രയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. ഇതിനെ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ, റൂട്ട്സിൽ, സ്കാൽപ്പിലും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദി ലെങ്ത് ഇതിലും അപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ ഇതും ഇട്ടതിന് ശേഷം ഒരു 20 minutes ഒക്കെ ഇട്ടേക്കുന്നത് നല്ലതായിരിക്കും. നല്ലതുപോലെ ഇത് ഭയങ്കരമായിട്ട് തണുപ്പ് തരുന്നൊരു ഇതാണ്. അപ്പം ഈ ജലദോഷം അതേപോലുള്ളവരൊന്നും ആ സമയത്തൊന്നും ഇടാതിരിക്കാൻ നോക്കുക. അതല്ലെങ്കിൽ എല്ലാ വീക്ക്ലി വൺസ് ഇടുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് നല്ലതുപോലെ ഇട്ടാൽ മതി. ആൻഡ് ഇനി ഞാൻ കുറച്ച് നേരം അകത്ത് പോയിരുന്ന് ഇടാൻ പോവാണ്, കാരണം നല്ല മഴ വരുന്നുണ്ട്. അറിയാലോ, നമ്മൾ ട്രിവാൻഡ്രം ക്ലൈമറ്റ് ഇപ്പോൾ ഇച്ചിരി വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടുത്ത സെക്കൻഡിൽ തന്നെ പിന്നെ മഴ വരും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പം ഇപ്പം നല്ലൊരു മഴ പെയ്യാൻ പോവാണ്. സോ അകത്ത് ചെന്നിട്ടിട്ട് ആഫ്റ്റർ വാഷ് ഹെയറൊക്കെ വാഷ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് കാണാം. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഹെയറൊക്കെ നല്ല സോഫ്റ്റ് സിൽക്കി ആയി. ആൻഡ് ഫേസൊക്കെ ഒന്ന് ഭയങ്കര ഒന്ന് എന്താ പറയുക, ഭയങ്കര സ്മൂത്തായി. ആൻഡ് ഓക്കെ, വൺസിനെ മന്ത് ഇതേപോലെ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. സ്കിന്നിനായാലും ഹെയറിനായാലും ഭയങ്കര നല്ലതാണ്. ആൻഡ് കുഞ്ഞു ബേബി മെമ്പൊക്കെ വന്നു. അപ്പോൾ ഓക്കെ, ദെൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.